ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഞങ്ങളുടെ ശ്രുതിമോളുടെ വളകാപ്പ് ചടങ്ങിന് പോയതാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി. രാവിലെ അവിടെ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു. 3 കലത്തിലവിടെ പൊങ്കാലയൊക്കെ ഇട്ടു ശ്രുതി രാവിലെ. അത് കഴിഞ്ഞിട്ട് അവിടെ ചടങ്ങുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിനെയും അവളെയും ഇരുത്തിയിട്ട് പലഹാരങ്ങൾ 7 കൂട്ടം പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ അവളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പം പ്രോഗ്രാം കുറച്ചൊക്കെ കഴിഞ്ഞ്. ഇതാണ് ശ്രുതി, പ്രജിത്തും. 7 മാസമായിട്ടുണ്ട്. ഇത് ഏട്ടൻ്റെ ഓഫീസിലെ ഫ്രണ്ടും ഫാമിലിയാണ്. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അടുത്തിനി അവൾ ഇറങ്ങുന്ന ചടങ്ങാണ്. അതായത് ഇപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങും കൂടെ ഉണ്ട്. അപ്പം ഇത് നാത്തൂനാണ്. നാത്തൂന് അവളുടെ സാരിത്തുമ്പിൽ പലഹാരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നാത്തൂൻ്റെ സാരിത്തുമ്പിലോട്ടിടും. അങ്ങനെ 3 തവണ എന്തോ കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ്. ഞാനിത് ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനൊരു ചടങ്ങ്. നമ്മുടെ ഇതിൽ ഇങ്ങനെ ഒരു ചടങ്ങൊന്നുമില്ല. പലഹാരങ്ങൾ കഴിക്കുക, പിന്നെ എണ്ണയൊക്കെ കൊണ്ടിട്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട് നമ്മുടെ ഭരണിയിൽ എണ്ണ കയ്യിൽ പിടിച്ചിട്ട് എണ്ണയും കൊണ്ട് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോവുക, അങ്ങനൊരു ചടങ്ങേ ഉള്ളൂ. ഈ ചടങ്ങ് ആദ്യമായിട്ട് കാണുവാണ് ഞാൻ. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലോട്ട് ഇതുപോലെ തന്നെ കയ്യിൽ കൊണ്ട് അവളുടെ വീട്ടിലോട്ട് പോകുന്ന ചടങ്ങാണേ ഉള്ളത്. ഇതിൽ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നാത്തൂനെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. അതേപോലെ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോക്കോ, പോകുന്ന വഴിക്ക് കഴിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അവർ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ശ്രുതിയുടെ വീടെന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. അതായത് ഇപ്പം ശ്രുതിയുടെ സ്വന്തം വീട് ഈ വീടിൻ്റെ പുറകിൽ തന്നെയാണ്. ഇത് ഇവർ മേടിച്ച വീടാണ്, വീടിൻ്റെ തൊട്ട് മുന്നിൽ. അപ്പം ഒത്തിരി ദൂരമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഇനി BMW കാറ് വന്ന് കിടപ്പുണ്ട്, കാറിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം പ്രജിത്ത് ഈ കുടം കൊണ്ടിട്ട് പോകുന്നത് അവൾ പോകുമ്പോൾ എതിർപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് കുടവും കയ്യിലൊരു കുഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അവരുടെ റിലേറ്റീവിൻ്റെ ഒരു കുഞ്ഞാണ്. അപ്പം കുഞ്ഞിനെയും കൈ പിടിച്ചിട്ട് പ്രജിത്ത് എതിർപ്പ് പോവുകയാണ്. അപ്പോൾ അവൾ പോകുന്ന സമയത്ത് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നൊരു ചടങ്ങാണേ അത്. അപ്പോൾ അതിനെയൊക്കെ അവനിങ്ങനെ റോഡിലോട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ ഇപ്പോൾ ശ്രുതി കിട്ടിയിട്ടുള്ള പലഹാരമെല്ലാം സാരിത്തുമ്പിലിങ്ങനെ വെച്ചിട്ട് വീട്ടിലോട്ട് പോകുന്ന ഒരു ചടങ്ങാണ്. തൊട്ട് പുറകിൽ തന്നെയാണ് വീട്. ഒരു വേലിയുടെ അപ്പുറവും ഇപ്പുറവുമാണ് വീട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി യാത്രയൊന്നും ചെയ്തവർക്ക് മുഷിയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ശ്രുതി ഇറങ്ങിയിട്ടുണ്ട്. ശ്രുതി ഇറങ്ങി അവളുടെ വീട്ടിലോട്ട് നടന്ന് പോകുന്ന ചടങ്ങാണ്. അപ്പോൾ ഇപ്പം എൻ്റെ മോനും ആദിക്കുട്ടനും ഞങ്ങളെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഏട്ടനും ഞാനും ഒക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കമൻട്രിയൊക്കെ അടിക്കുന്നുണ്ട് അവളോട്. ഒത്തിരി ദൂരം പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണേ. പുറകിൽ തന്നെയാണ് വീട് കേട്ടോ. ബിന്ദു ചേച്ചി കൂടെ പോകുന്നുണ്ട്. ബിന്ദു ചേച്ചി ശ്രുതിയുടെ അമ്മയാണേ. അമ്മയും അമ്മൂമ്മയും ഞങ്ങളും ഒക്കെ പുറകെ ഉണ്ട്. അതാണ്ട് അവളുടെ വീട്ടിലോട്ട് കയറുവാണ്. വീട്ടിലോട്ട് കയറി ആ പലഹാരങ്ങൾ ഒരു പാത്രത്തിലോട്ട്, ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പം ഇനി അങ്ങോട്ടുള്ള കാലത്തൊക്കെ ഇങ്ങനൊരു ചടങ്ങുകളൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ഇതും വ്യത്യസ്തമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഇപ്പം പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പം അധികം ആൾക്കാരും അങ്ങനെ. ഇപ്പം പിന്നെ വളകാപ്പ് എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് തന്നെ ഉണ്ടല്ലോ, അതെടുക്കാൻ പറ്റാത്ത എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഉറങ്ങിയിരുന്നേക്കണം. പിന്നെ ബാക്കി വീട്ടിലെ രാവിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഞങ്ങളുടെ വീടിന് കുറച്ച് അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ലേറ്റായിപ്പോയി. അപ്പോൾ ആ ചടങ്ങ് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, അതിൽ വിഷമമുണ്ട്. പിന്നെ ഇരിക്കുന്ന ഈ പലഹാരങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നല്ലോ, ഇത് നമ്മളിനി പെൺകുട്ടിയുടെ അമ്മ ഇതിൽ ഓരോ പലഹാരങ്ങളായിട്ട് അവളുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങോടുകൂടി ഇത് പൂർത്തിയാകും. പിന്നെ ഇനി കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞായിരിക്കും ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഓരോന്ന് വരുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ അവൾ പറയും അവൾക്ക് മധുരം ഒന്നും വേണ്ട, പിന്നെ മുറുക്ക് നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവമൊക്കെ മതി, അവൾക്ക് മധുരം ഒത്തിരി വേണ്ട. രാവിലെ മുതൽ വാൾ വയ്ക്കാൻ റെഡിയായിട്ടൊക്കെ നിൽക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈവ് വരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം ശുഭമായി നമ്മൾ പറയുന്നു. ഓക്കെ, ബൈ.